അപ്പോൾ നമ്മൾ വ്യാവസായിക പത്രം എന്താണെന്ന് പറഞ്ഞായിരുന്നു. ഏതെങ്കിലും വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ളതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതുന്നതാണ് വ്യാവസായിക പത്രം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് കുറേ ലെറ്റേഴ്സ് വരുന്നുണ്ട്. അതിലൊന്നാണ് ക്രയാദേശ് പത്ര, അതായത് ലെറ്റർ ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ കംപ്ലയിൻറ്റ് ലെറ്റർ ഉണ്ട്, ഷിക്കായത്തി പത്ര. പിന്നെ അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ലെറ്റർ ഉണ്ട്, ആവേദൻ പത്ര. പിന്നെ അല്ലാതെ ബാങ്ക് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ LIC റിലേറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ 5 ടൈപ്പിലുള്ള ലെറ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ള ഈ വ്യാവസായിക പത്രത്തിനകത്ത് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രയാദേശ് കെ പത്രമാണ് നോക്കിയത്, അതായത് ലെറ്റർ ഓഫ് ഓർഡർ ആണ് നോക്കിയത്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ലെറ്ററും അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് ലെറ്റർ, ഷിക്കായത്തി പത്രം, ആവേദൻ പത്രം, ഇത് രണ്ടുമാണ് നോക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുന്നത് ഷിക്കായത്തി പത്രമാണ്, അതായത് കംപ്ലയിൻറ്റ് ലെറ്റർ. നമുക്കറിയാം, നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും ഷിക്കായത്ത്. നമ്മൾ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ലെറ്റർ മുഖേന പ്രകടിപ്പിക്കും. അത് ഏത് ഫീൽഡിലാണെങ്കിലും നമുക്കൊരു സാധനം നമ്മൾ ഓർഡർ ചെയ്തു, ആ ഓർഡർ ചെയ്ത സാധനം അത് തെറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്, അപ്പോൾ നമ്മളതിന് കംപ്ലയിൻറ്റ് പ്രകടിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിലും നമ്മൾ കംപ്ലയിൻറ്റ് ലെറ്റർ എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലയിൻറ്റ് ലെറ്ററാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. വ്യാവസായിക പത്രം ആയതുകൊണ്ട് തന്നെ ഏകദേശം ഫോർമാറ്റൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ കണ്ടു എവിടെയാണ് അഡ്രസ്സ് വരുന്നത്, ഫ്രം എവിടെയാണ്, ടു എവിടെയാണ്, ഡേറ്റ് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ ഏകദേശമൊക്കെ ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് മോഡൽ നോക്കാം ഷിക്കായത്തി പത്രൻ്റെ. ഷിക്കായത്തി പത്ര കിതാബേം ബദൽ ജാനെ കി ഷിക്കായത്ത്. എന്താണ് ഇവിടെ ടോപ്പിക് എന്ന് പറയുന്നത്? കിതാബേം ബദൽ ജാനെ കി, അതായത് പുസ്തകങ്ങൾ ഓർഡർ കൊടുത്തു, പക്ഷെ അത് മാറിപ്പോയി. കൊടുത്ത പുസ്തകങ്ങളല്ല കിട്ടിയിരിക്കുന്നത്, അപ്പോൾ അതിന് ഒരു കംപ്ലയിൻറ്റ് ലെറ്റർ എഴുതുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കലൂർ, എറണാകുളം, ശ്രീ രംഗനാഥൻ. ഇത് എന്ത് അഡ്രസ്സാണ്? ഫ്രം അഡ്രസ്സാണ്, പ്രേഷിത് എന്ന് പറയില്ലേ, അതാണിത്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ എന്തുണ്ട്? താരീഖ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്. പിന്നെ പത്രസംഖ്യ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാരണം ഇവർ മുമ്പ് അയച്ചിട്ടുള്ള പത്രസംഖ്യ ഉണ്ടെങ്കിൽ നമുക്കവിടെ ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പത്രസംഖ്യ ഇവിടെ കൊടുത്തു. ഇപ്പോൾ ഫ്രം അഡ്രസ്സ് ഉണ്ട്, റൈറ്റിലായിട്ട് എന്തുണ്ട്? നമുക്ക് വേണമെങ്കിൽ ഫ്രം അഡ്രസ്സ് എവിടേക്ക് എഴുതാം? റൈറ്റിലേക്ക് എഴുതാം. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് റൈറ്റിൽ എഴുതി, പിന്നെ പത്രസംഖ്യ ഏതാണോ അത് എഴുതി, പിന്നെ ലെഫ്റ്റിലേക്ക് നമ്മൾ സേവാമയം, അതായത് ടു അഡ്രസ്സാണ്, ആർക്കാണോ അയക്കുന്നത് ആ അഡ്രസ്സാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രകാശ്, നവോദയ പ്രകാശൻ, ഠാക്കൂർപൂർ, നൈ ദില്ലി 35. അപ്പോൾ ഇവിടെ എവിടെയാണ്? ഡൽഹിയിലേക്ക്, ന്യൂ ഡൽഹിയിലേക്കാണ് ആ കംപ്ലയിൻറ്റ് ലെറ്റർ പോകുന്നത്. അവിടുത്തെ ഒരു പബ്ലിക്കേഷൻ, പുസ്തകങ്ങളാണ് മാറിപ്പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പലചരക്ക് കടയിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന അവിടെ തന്നെ കംപ്ലയിൻറ്റ് നൽകണം. അപ്പോൾ ആ അഡ്രസ്സും കൊടുത്തു, അതാണ് ടു അഡ്രസ്സായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ പ്രിയ മഹോദയ്, നമ്മുടെ സംബോധന ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രിയ മഹോദയാണ് വ്യാവസായിക പത്രത്തിൽ അങ്ങനെയാണ് വരിക. പിന്നെ വിഷയ്, ഇവിടെ നമ്മൾ ഏത് ലെറ്റർ ആയിരുന്നു? ലെറ്റർ ഓഫ് ഓർഡർ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് വിഷയം അങ്ങനെ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് വ്യാവസായിക പത്രത്തിൽ ചില ലെറ്റേഴ്സിൽ എന്ത് വേണം? വിഷയ് വേണം. അപ്പോൾ ഇവിടെ വിഷയ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? കിതാബോ കി ബദലി, പുസ്തകങ്ങൾ മാറിപ്പോയതിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത്. പിന്നെ സന്ദർഭ കൂടി കൊടുത്തിട്ടുണ്ട്. ഹമാര ക്രയാദേശ് പത്രസംഖ്യക്കെ, ആ പത്രസംഖ്യ ഏതാണ്, മുമ്പ് ലെറ്റർ അയച്ചേണ്ട ആ സംഖ്യ ഇവിടെ കൊടുത്തു, ദിനാങ്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ഇവർ ലെറ്റർ അയച്ചിട്ടുണ്ട്, ഈ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ലെറ്റർ ഓഫ് ഓർഡർ കൊടുക്കുമല്ലോ. അപ്പോൾ അവർ ലെറ്റർ അയച്ചു. അപ്പോൾ ആ ലെറ്ററിൻ്റെ, ആ പത്രത്തിൻ്റെ സംഖ്യയും ഏത് ഡേറ്റിനാണ് അയച്ചേക്കുന്നതെന്ന് സന്ദർഭമായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് നോക്കാമല്ലോ, അവരുടെ ലെറ്റർ ഈ ഡേറ്റിൽ വന്നിട്ടുണ്ട്, ആ ലെറ്റർ എടുത്ത് നോക്കി ഏതൊക്കെ പുസ്തകങ്ങളാണ് ഇവർ ഓർഡർ ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയവും അതുപോലെ തന്നെ സന്ദർഭം കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. हमारे उपर्युक्त क्रयादेश के अनुसार आपने जो किताबों का पार्सल भेजा था कल चुरा लिया, लेकिन बहुत खेद के साथ लिखना पड़ रहा है कि आपने पार्सल भेजते वक्त सावधानी बरती नहीं, इसलिए भारी भूल हो गई है. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ഇപ്പോൾ ഇവർ പറയുകയാണ്,
ഞങ്ങൾ ഈ ലെറ്റർ മുമ്പ് ലെറ്റർ അയച്ചിട്ടുണ്ടല്ലോ, അതിൽ ലെറ്റർ ഓഫ് ഓർഡർ ക്രയാദേശ് അതിനനുസരിച്ചിട്ട് എന്താണ് ഞങ്ങൾ കുറേ പുസ്തകങ്ങൾ നിങ്ങളോട് പാർസൽ ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. അത് ഇന്നലെയാണ് ഞങ്ങൾ പൊട്ടിച്ചത്. നിങ്ങൾ അയച്ച പാർസൽ, ഞങ്ങൾ ഓർഡർ ചെയ്ത ആ പാർസൽ ഇന്നലെയാണ് ഞങ്ങൾ പൊട്ടിച്ചത്. അപ്പോൾ ഒരു സംഭവം ഉണ്ടായത് ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് പാർസൽ ചെയ്യുന്ന സമയത്ത് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല. സാവധാനി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, നിങ്ങൾ ആവശ്യമുള്ള ശ്രദ്ധ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം അവരെ വെറുപ്പിക്കാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറയണം. അപ്പോൾ എന്തോ നിങ്ങളുടെ ഒരു അശ്രദ്ധ കാരണം അവിടെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഹമാര ക്രയാദേശ് ഫിർ ദേഖേ, ഒന്നുകൂടി ഞങ്ങൾ അയച്ച ഓർഡർ ലെറ്റർ നോക്കണം. हमने डॉक्टर नागेंद्र द्वारा लिखित हिंदी साहित्य का बृहद इतिहास की 100 प्रतियां भेजने का അനുരോധ് കിയാ ഥ. അപ്പോൾ പറയാണ്, ഞങ്ങൾ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ നഗേന്ദ്ര എഴുതിയിട്ടുള്ള ഹിന്ദി സാഹിത്യക ബൃഹത് ഇതിഹാസ് പുസ്തകത്തിൻ്റെ പേരാണ്. അതിൻ്റെ 100 കോപ്പിയാണ് അയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുരോധ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റാണ്. ഞങ്ങൾ അതിൻ്റെ 100 കോപ്പി അയക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലേക്കിൻ ആപ്നെ ഇസ്കെ ബദലെ രാംചന്ദ്ര ശുക്ലയ്ക്ക് ഇതിഹാസ് കി 50 പ്രതിയാം ഭേജ് ദി ഹെ. പക്ഷെ നിങ്ങൾ അതിന് പകരമായിട്ട് രാംചന്ദ്ര ശുക്ല എഴുതിയിട്ടുള്ള ഇതിഹാസമാണ്, ഹിന്ദി സാഹിത്യത്തിൻ്റെ ഹിസ്റ്ററിയാണ് നിങ്ങൾ 50 കോപ്പി അയച്ചു തന്നത്. ഞങ്ങൾ പറഞ്ഞത് നാഗേന്ദ്രൻ്റെ പുസ്തകം 100 കോപ്പി അയക്കാനാണ്. പക്ഷെ നിങ്ങൾ ശുക്ലിൻ്റെ 50 കോപ്പിയാണ് അയച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ അയച്ച ലെറ്റർ ഓഫ് ഓർഡർ ഒന്നുകൂടി നോക്കണം. ഇസ് കിതാബ് കി ഹമേ ബിൽക്കുൽ ജറൂരത്ത് നഹി ഹെ. ഈ പുസ്തകത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. പ്രതിയാം അബ് ഭി ശേഷ് രഹ് ഗയി ഹെ. കോപ്പികൾ ഇപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതഹ ഇസ് പാർസൽ കോ ഹം ഐസേ ഹി ലൗട്ടാ രഹേ ഹെ. അതുകൊണ്ട് ഈ പാർസൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് അതുപോലെ തന്നെ അയച്ച് തരുന്നുണ്ട്. आपसे विनम्र अनुरोध है कि जल्दी ही हमारे आदेश की पुस्तकें भेज दे. ഇപ്പം ഞങ്ങൾ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ ഞങ്ങൾക്ക് വേഗം ഒന്ന് അയച്ചു തരണം. और आइंदा ऐसी भूल से बचे रहे. അപ്പോൾ അത് പിന്നെ ഒരിക്കൽ തെറ്റിയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കാണിച്ചിട്ട് വേണം അയക്കാൻ. കാരണം ഈ ഒരു തെറ്റ് തിരുത്താനുള്ളൊരു അവസരമാണ് അല്ലേ. ഹം ആശാ കർത്തേ ഹേ ആപ് അന്യഥ ന സംശയിക്ക് और जल्दी ही हमारे आदेश की पूर्ति करेंगे. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ വേഗം തന്നെ ഞങ്ങളുടെ ഓർഡർ നോക്കിയിട്ട് എല്ലാം ശരിയായിട്ട് ഞങ്ങൾക്കിത് അയച്ചു തരുമെന്ന്. അപ്പോൾ ആ ബോഡി ഓഫ് ലെറ്റർ ഇതാണ്. പിന്നെ ധന്യവാദ്, അവസാനം എന്താണ് ധന്യവാദ് പറയാണ്, നന്ദി പറയാണ്. ആപ്കാ വിശ്വാസി, നിങ്ങളുടെ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു ഇത് കൊടുക്കുകയാണ്. നമുക്ക് അവരെ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇനിയും നമുക്ക് എന്ത് ചെയ്യണം, ഓർഡർ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ നല്ല രീതിയിൽ തന്നെ വേണം അത് അവസാനിപ്പിക്കാനും വേണ്ടിയിട്ട്. ആപ്കാ വിശ്വാസി, ഹസ്താക്ഷര കൊടുക്കുക, മാലിക്. ഓക്കെ, ഇതാണ് ഷിക്കായത്തി പത്രിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് मंगवाए माल की क्षति होने पर शिकायत तथा क्षतिपूर्ति മാംഗത്തെ ഹുയെ പത്ര. അതായത് ഇവർ ഓർഡർ ചെയ്തിട്ടുള്ള മാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സാധനങ്ങളാണ്. എന്ത് സാധനം ആയിക്കോട്ടെ, അത് ഓർഡർ ചെയ്തു, പക്ഷെ അതിനെതിരായിട്ടുള്ള കംപ്ലൈൻ്റ് ആണ്. പിന്നെ ആ കംപ്ലൈൻറ്റ് മുഖേന ഇതിൻ്റെ ആ തെറ്റൊന്ന് തിരുത്താനുള്ള അവസരം കൂടി കൊടുത്തിട്ടുള്ളൊരു ലെറ്ററാണ്. മഹിമ ടെക്സ്റ്റൈൽ. അപ്പോൾ ടെക്സ്റ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ പച്ചക്കറി കടയൊന്നും അല്ല, നമുക്കറിയാം എന്താണ്, തുണിക്കടയാണ്. മഹിമ ടെക്സ്റ്റൈൽ കപ്പടോം കാ ധോക്ക് വ്യാപാരി ചേർത്തല. അപ്പോൾ ചേർത്തല അഡ്രസ്സ് ഇവിടെ ഫ്രം അഡ്രസ്സാണ്, മഹിമ ടെക്സ്റ്റൈൽസ് ആണ് ചേർത്തലയിലുള്ളത്. പിന്നെ എന്തും കൊടുത്തു, ഡേറ്റും കൊടുത്തു. ഒക്കെ എവിടെയാണ്, റൈറ്റ് സൈഡിലാണ് വരുന്നത്. അവിടെ നമ്മൾ കണ്ടു നടുവിലായിട്ടാണ് ഫ്രം കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞു അതില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഏത് സൈഡിൽ കൊടുക്കാം, റൈറ്റ് സൈഡിൽ കൊടുക്കാം. പിന്നെ പത്രസംഖ്യ കൊടുത്തിട്ടുണ്ട്, മുമ്പ് അയച്ച ലെറ്ററിൻ്റെ സംഖ്യ. അപ്പോൾ നമ്മൾ ഒരു പത്രസംഖ്യ എന്ന് എഴുതിയിട്ട് ഏതെങ്കിലും നമ്പർ എഴുതിയാൽ മതിയായിരിക്കും എക്സാമിന് കേട്ടോ. ഇനി സേവാമി ടു അഡ്രസ്സാണ് പ്രബന്ധക് രാംപ്രകാശ് ആൻഡ് സൺസ് മേട്ടപ്പാളയം കോയമ്പത്തൂർ. അപ്പോൾ ഇത് അയക്കുന്നത് എവിടെയാണ്, രാംപ്രകാശ് ആൻഡ് സൺസിലേക്കാണ്. എവിടെയുള്ളത്, മേട്ടുപ്പാളയം കോയമ്പത്തൂരിലേക്കുള്ള അവർക്കാണ് അയക്കുന്നത്, അവിടുത്തെ പ്രബന്ധകനാണ് അയക്കുന്നത്. ഓക്കെ, ഇനി പ്രിയ മഹോദയ ലെറ്റർ സ്റ്റാർട്ട് ചെയ്തു. ദിനാങ്ക്, ഏത് ഡേറ്റിനാണോ ഇവർ മുമ്പ് ഓർഡർ കൊടുത്തത് ആ ഡേറ്റ് അവിടെ എഴുതി. कि हमारे क्रयादेश के अनुसार आपका भेजा माल आज प्राप्त हुआ. അപ്പോൾ ഞങ്ങൾ
തന്ന ഓർഡറിനനുസരിച്ച് ഞങ്ങളുടെ സാധനം ഇന്നാണ് ഇവിടെ എത്തിയത്. लेकिन खेद के साथ हमें ये कहना पड़ता है कि माल भेजते समय आपकी ओर से थोड़ी असावधानी हो गई है. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ഞങ്ങൾ വിഷമത്തോടു കൂടി അറിയിക്കുകയാണ്, നിങ്ങൾ ആ സാധനം കയറ്റി അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പക്കൽ നിന്നും ഒരു അശ്രദ്ധ പറ്റി. അസാവധാനി എന്ന് പറഞ്ഞാൽ ശ്രദ്ധക്കുറവ് സംഭവിച്ചിട്ടുണ്ട്, ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ തുണിക്കടയിൽ നിന്നാണ്. മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് പുസ്തകമാണ് കേട്ടോ. हमने आपसे अच्छी किस्म की रेशमी साड़ियाँ ही मांगी थी. ഞങ്ങൾ നല്ല സിൽക്ക് സാരിയാണ് നിങ്ങളോട് ഓർഡർ ചെയ്തത്. पर आपने भूल से साधारण स्तर की കോട്ടൺ സാഡിയാ ഹി ഭേജ് ദി ഹെ. പക്ഷെ നിങ്ങൾ മറന്നിട്ട് ഞങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള കോട്ടൺ സാരിയാണ് അയച്ചു തന്നത്. ഏ ഭി നഹി ഉസ്മേ സേ കുച്ച് പുരാനി ഏവം ഫട്ടി ഹുയി ഭി ഹെ. അത് മാത്രമല്ല, സാരി മാറിപ്പോയി. അത് മാത്രമല്ല, നിങ്ങൾ അയച്ചത് കുറേ സാരികളും പഴയതുമായിരുന്നു. അതുപോലെ തന്നെ ഫട്ടി ഹുയി എന്ന് പറഞ്ഞാൽ കീറിയതുമായിരുന്നു. ये भी नहीं उसमें से कुछ पुरानी एवं फटी हुई भी है. इन दिनों हम ग्राहकों की मांग पूरी नहीं कर पा रहे हैं. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങളുടെ കസ്റ്റമേഴ്സ്, ഗ്രാഹകർ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സാണ്, അവർ വരുമ്പോൾ അവർക്കുള്ള സാരി എടുത്തു കൊടുക്കുക നമ്മുടെ പക്കലില്ല. ऐसी स्थिति में हमें 50,000 रुपया का नुकसान हुआ है. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 50,000 രൂപയോളം നഷ്ടം വന്നിരിക്കുകയാണ്. इसलिए प्रार्थना है कि आप उक्त രക്കംക്ക് ക്ഷതിപൂർത്തിക്കാരി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും നഷ്ടം പറ്റിയതുകൊണ്ട് നിങ്ങൾ ഇത്രയും പൈസ അയച്ചു തരണം. മനസ്സിലായോ? ഇവിടെ സാരി റിട്ടേൺ ചെയ്യുകയല്ല ചെയ്യുന്നത്, ഞങ്ങൾക്ക് നഷ്ടം പറ്റി. കാരണം ഞങ്ങൾ ഓർഡർ ചെയ്ത സാരിയല്ല, സിൽക്ക് സാരിയും കോട്ടൺ സാരിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയും നഷ്ടം ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ പൈസ അയച്ചു തരണം. इसलिए प्रार्थना है कि आप उक्त रकम की ക്ഷതിപൂർത്തിക്കാരി. ക്ഷതിപൂർത്തി ഞങ്ങൾക്ക് വേഗം തന്നെ അത് പൈസ ഞങ്ങൾക്ക് തരേണ്ടതാണ്. हम चाहते हैं कि आपसे हमारे व्यापारिक संबंध बने रहे. ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയും നമ്മൾ തമ്മിലുള്ള ആ ഒരു വ്യാപാരിക് സംബന്ധ്, ഒരു റിലേഷൻഷിപ്പ് ഇനിയും തുടർന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല രീതിയിൽ ലെറ്റർ എഴുതുന്നത്. മനസ്സിലായല്ലോ? അത് നമുക്ക് വായി തോന്നുന്ന പോലെയൊന്നും ലെറ്ററിൽ എഴുതാൻ പറ്റില്ല. കാരണം നമുക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ടതാണ്, അവർക്ക് ഓർഡർ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ടതാണ്. എന്നിട്ട് അവസാനിപ്പിക്കുകയാണ്, ആപ്ക കൃത്യേ മഹിമ ടെക്സ്റ്റൈൽസ് രഘുനന്ദൻ പ്രബന്ധക്. പിന്നെ എന്ത് കൊടുക്കുകയാണ്, ആരാണ് എഴുതിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. ഇതാണ് എന്തിൻ്റെ വേറൊരു മോഡൽ എന്ന് പറയുന്നത്, ഷിക്കായത്തി പത്രിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ഏകദേശമൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് എഴുതുന്നത്. ഇനി രണ്ടാമത്തെയാണ് ആപ്ലിക്കേഷൻ ലെറ്റർ. ആപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ ആവേദന പത്രം. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ജോലിയും മറ്റുമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ലെറ്റർ അയക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻ ലെറ്റേഴ്സാണ് ഇനി വരാൻ വേണ്ടി പോണത്. അതും എന്തിനകത്ത് വരുന്നതാണ്, വ്യാവസായിക പത്രത്തിനകത്ത് വരുന്നതാണ്. അപ്പോൾ ആവേദന പത്രം എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ലെറ്റർ, നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അയക്കുന്ന ലെറ്ററാണ്. അപ്പോൾ ലേഖാകാർ പദ് കെ ലിയെ ആവേദൻ പത്രം. ലേഖാകാർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻ്റ് ആണ്. അക്കൗണ്ടൻറ്റിന് എങ്ങനെയാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ ലെറ്റർ അയക്കുക. അഡ്രസ്സ് എവിടെയാണ് വരുന്നത്, ഫ്രം അഡ്രസ്സ് ഇവിടെ നോക്കൂ, ഫസ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് MG റോഡ് എറണാകുളം, സ്ഥലവും ഡേറ്റും, പ്ലേസും ഡേറ്റും ആണ് എവിടെ കൊടുത്തേക്കുന്നത്, ആപ്ലിക്കേഷൻ ലെറ്ററിൽ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് എന്തുള്ളത്, ഫ്രമും ടു ഉള്ളത്. ശ്രദ്ധിക്കണേ, ആപ്ലിക്കേഷൻ ലെറ്റർ അല്ലെങ്കിൽ ആവേദൻ പത്രത്തിൽ ഫ്രമും ടൂവും ഏത് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ്. ഇപ്പോൾ പ്രേക്ഷക് രാധാകൃഷ്ണ 824 നികുഞ്ച് MG റോഡ് എറണാകുളം, അത് ഫ്രം അഡ്രസ്സാണ്. പിന്നെ സേവാമെയിൻ 2 പ്രബന്ധക് ബഹാദൂർ കോട്ടൺ മിൽസ് തിരുച്ചിറപ്പള്ളി. ഓക്കെ, ഇതാണ് എന്ത് അഡ്രസ്സ്, ടു അഡ്രസ്സ്. ഇത് രണ്ടും ഏത് സൈഡിലാണ് ആവേദന പത്രത്തിലുള്ളത്, ലെഫ്റ്റ് സൈഡിലാണ്. ഇപ്പോൾ അക്കൗണ്ടൻറ്റിന് വേണ്ടിയിട്ടുള്ള, കോട്ടൺ മിൽസിലെ അക്കൗണ്ടൻറ്റിന് വേണ്ടിയിട്ടുള്ള ആവേദന പത്രം, ആപ്ലിക്കേഷൻ ലെറ്ററാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ പ്രിയ മഹോദയ് തുടങ്ങി. പിന്നെ 27/9/2012 के
द हिंदू पत्र में प्रकाशित विज्ञापन से ज्ञात हुआ कि आपके कार्यालय में एक लेखाकार की आवश्यकता है. നോക്കൂ, ഇവിടെ നമ്മൾ അറിയാം, നമ്മൾ എന്തിനേലും ആപ്ലിക്കേഷൻ ലെറ്റർ അല്ലെങ്കിൽ ആവേദന പത്രം അയക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ന്യൂസ് പേപ്പറിൽ അതിൻ്റെ ആഡ് കാണും അല്ലേ, അഡ്വർടൈസ്മെൻറ്റ് കാണും, പരസ്യം കാണും. അപ്പോൾ അവർ പറയാണ് ഈ ഒരു ഡേറ്റിൽ ഹിന്ദു ന്യൂസ് പേപ്പറിൽ എന്ത് കണ്ടു, നിങ്ങൾ ഇട്ടിട്ടുള്ള വിജ്ഞാപൻ എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻ്റ് ആണ്, നിങ്ങൾ ഇട്ടിട്ടുള്ള പരസ്യം ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി നിങ്ങളുടെ ഓഫീസിൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യകത ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ തന്നെ പത്രത്തിൽ ഈ ഡേറ്റിൽ നിങ്ങളുടെ അവിടെ ഒഴിവുണ്ടെന്ന് കാണാൻ വേണ്ടി പറ്റി. ഉക്ത പതുക്കേലിയെ മേ പ്രാർത്ഥിക്കും. അപ്പോൾ ആ ഒരു പദ് എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷനാണ്. ആ പൊസിഷന് ഞാൻ ആപ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മേ 25 साल का युवक हूँ. ഞാൻ 25 വയസ്സുള്ള യുവാവാണ്. വിശ്വാസ് ഹൈ കി ലേഖാകാർ കാ കാം മേ സഫലതാപൂർവക് നിഭാ സക്താ ഹൂം. അപ്പോൾ 25 വയസ്സുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അറിയാം അക്കൗണ്ടൻ്റ് എന്നുള്ളൊരു ജോലി നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണെന്ന് വെച്ചാൽ ഈ യുവാക്കൾ അല്ലെങ്കിൽ യുവതികളിലാണ് കൂടുതലായിട്ട് എന്താണ് ഈ ജോബിൻ്റെ ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ ഒരു ഏജ്, ഇപ്പോൾ ഒരു 20 അല്ലെങ്കിൽ ഒരു 35 വരെയൊക്കെയാണ് നല്ല ഏജ് എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 25 നല്ലൊരു പ്രായമാണ്. അപ്പോൾ എനിക്ക് ഈ പ്രായം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ വെറുതെ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, എന്തുകൂടി വേണം, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് കൂടി അവിടെ കാണിക്കണം അല്ലേ. ജോബ് ആവുന്നത് കൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാണിക്കണം. അതിനെയാണ് ശൈക്ഷണിക് യോഗ്യത എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം അല്ല, അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്, BCom പ്രഥം ശ്രേണി. പ്രഥം ശ്രേണി എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസ് ആണ്. BComൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ ടാലി പഠിച്ചിട്ടുണ്ട് അല്ലേ, BComമാർക്ക് ടാലി ഉണ്ടല്ലോ, അക്കൗണ്ടൻ്റ് ആകുമ്പോൾ ടാലി ആവശ്യമാണ്. ടാലി 6 महीने का ഡിപ്ലോമ കോഴ്സ് പാസ് हुआ. അപ്പോൾ 6 മാസത്തൊരു ഡിപ്ലോമ കോഴ്സാണ് ടാലി, അതും ഞാൻ പാസ്സായിട്ടുണ്ട്. നമുക്കറിയാമല്ലേ ഈ ടാലി PhD എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇവിടെ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടാലി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ക്വാളിഫിക്കേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. PG ഒന്നുമില്ല, BCom ടാലിയാണ് അവൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ എന്തുണ്ട്, കമ്പ്യൂട്ടർ പരിജ്ഞാനം. കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അറിയണം അല്ലേ, അല്ലാതെ വെറുതെ പോയിട്ട് ഒരു അക്കൗണ്ടൻറ്റിന് കണക്കെഴുതും ഇത് മാത്രമല്ല, കമ്പ്യൂട്ടറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു അറിവും ഇവനുണ്ട്. അനുഭവ് सन 2009 से स्थानीय मिल में लेखाकार का काम कर रहा हूँ. आशा है इस प्रार्थना पत्र पर अनुकूल निर्णय लेकर मुझे अनुഗ്രഹീത് करेंगे. അപ്പോൾ അവൻ BCom ടാലിയാണ്, കമ്പ്യൂട്ടർ അവനറിയാം. പിന്നെ അനുഭവം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്കറിയാം ജോലിക്ക് പോകുമ്പോൾ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അത് നിങ്ങൾ ഈ BCom കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സ്പീരിയൻസ് വേണം, എവിടെ പോയാലും ഒരു എക്സ്പീരിയൻസ് ചോദിക്കും. അപ്പോൾ ഇവിടെ അവൻ പറയുന്നുണ്ട് എനിക്ക് 2009 ഒരു പ്രൈവറ്റ് മില്ലിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യോഗ്യത और अनुभव संबंधी प्रमाण पत्रों की प्रतिलिपियाँ इसके साथ भेज रहा हूँ. വെറുതെ ഇങ്ങനെ നമ്മൾ എഴുതി ഫലിപ്പിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ എന്ത് വേണം, കോപ്പി കൂടി വേണം. അപ്പോൾ പ്രമാൺ പത്രം എന്ന് വെച്ചാൽ ഇവൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ് ഇതിൻ്റെ ഒപ്പം അയച്ചു തരുന്നുണ്ട് നമ്മൾ പറയാണ്. संलग्न प्रमाण पत्र की प्रतिलिपियाँ 4. നമ്മൾ പറഞ്ഞു വ്യാവസായിക പത്രമാണെങ്കിൽ അനുലഗ്ന ചേർക്കണമെന്ന് പറഞ്ഞു. അതായത് എന്തൊക്കെയാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. അതിവിടെയാണ് വരുന്നത്. സംലഗ്ന എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രമാൺ പത്രയ്ക്ക് പ്രതിലിപിയ 4. അതായത് ഇവൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികൾ 4 എണ്ണം ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലെറ്റർ വായിക്കുമ്പോൾ ഈ കോപ്പി കണ്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവൻ കോപ്പി അയച്ചിട്ടുണ്ട്, അത് നമുക്ക് കിട്ടാത്തതാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് ആപ്ലിക്കേഷൻ ലെറ്റർ. ഇതിപ്പോൾ അക്കൗണ്ടൻറ്റിനുള്ള ആപ്ലിക്കേഷൻ ലെറ്റർ ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ടീച്ചറിനാണെങ്കിൽ എന്താണ് ജോബിനനുസരിച്ചിട്ട് ക്വാളിഫിക്കേഷൻ മാറ്റം വരും. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പോൾ BCom ആണ്, അല്ലാതെ BA പഠിച്ചിട്ട് അല്ലെങ്കിൽ MA പഠിച്ചിട്ട് അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പോൾ അവർ ക്വാളിഫിക്കേഷൻ നോക്കണ്ടേ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ആപ്ക ഹസ്താക്ഷർ രാധാകൃഷ്ണൻ. രാധാകൃഷ്ണനാണ് എഴുതുന്നത്. ഹസ്താക്ഷർ ആപ്ക. ഇതാണ് ആവേദൻ പത്രൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്.
ഇനി അടുത്ത മോഡൽ, സഹ ആചാര്യക്ക് പദ് കെ ലിയെ ആവേദൻ പത്ര. അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് ഉള്ള ആപ്ലിക്കേഷനാണ്, ആപ്ലിക്കേഷൻ ലെറ്ററാണ്. കടുത്തുരുത്തി, പിന്നെ ഡേറ്റ്. ഓക്കെ, പ്ലേസും ഡേറ്റും കൊടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്രമും ടു എവിടെയാണ് വേണ്ടത്? ലെഫ്റ്റ് സൈഡിലാണ് വേണ്ടത്. പ്രേക്ഷക് രാധിക വർമ്മ, ആനന്ദ് വിഹാർ, കടുത്തുരുത്തി, കോട്ടയം. അപ്പോൾ കോട്ടയത്തെ രാധിക വർമ്മയാണ് ഇവിടെ ഫ്രം ടു. സേവാമേ ദ മാനേജർ TB കോളേജ് തലയോലപ്പറമ്പ്. അപ്പോൾ സഹ ആചാര്യാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസറിനുള്ള ആവേദന പത്രമാണ്, ടീച്ചറിനുള്ള ആവേദന പത്രമാണ്. അതെവിടേക്കാണ്? കോട്ടയത്തുള്ള ആൾ തലയോലപ്പറമ്പ് TB കോളേജിലേക്ക് അയക്കുകയാണ്. അവിടുത്തെ മാനേജറിനാണ് ഈ ആപ്ലിക്കേഷൻ ലെറ്റർ അയക്കുന്നത്. വിഷയം കൊടുത്തിട്ടുണ്ട്, സഹ ആചാര്യക്ക് പദ് കെ ലിയെ ആവേദൻ പത്ര. അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നുള്ള പൊസിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെറ്ററാണ്. മാന്യ മഹോദയ്, 10/5/14 के മാതൃഭൂമി ദൈനിക് പത്ര में आपका വിജ്ഞാപൻ देखा. ഫസ്റ്റ് നമ്മൾ എപ്പോഴും എന്ത് എഴുതണം? ഈ ഒരു പേപ്പറിൽ ഈ ഒരു ഡേറ്റിൽ നിങ്ങളുടെ വിജ്ഞാപൻ, നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. उससे पता चला कि आपके कॉलेज के इतिहास विभाग में सह आचार्य का पद रिक्त है. അപ്പോൾ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി നിങ്ങളുടെ കോളേജിലെ ഇതിഹാസ് എന്ന് വെച്ചാൽ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി വിഭാഗത്തിൽ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ വേക്കൻസി ഉണ്ട്. പദ് റിക്ത് ഹേ എന്ന് വെച്ചാൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഉക്ത് പദ് കെ ലിയെ ആവശ്യക് യോഗ്യതായെ മേരെ പാസ് ഹെ. അപ്പോൾ ഈ ഒരു പൊസിഷന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ, ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എനിക്കുണ്ട്. മേരി യോഗ്യത ഏവം അനുഭവ് നിമ്നലിഖിത് ഹെ. എൻ്റെ യോഗ്യതകളും അതുപോലെ തന്നെ എക്സ്പീരിയൻസും താഴെ കൊടുക്കുന്നുണ്ട്. എന്താണ്? MA ഹിസ്റ്ററിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. BA എടുക്കാതെ ഒരിക്കലും MA എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് BA ഇല്ല എന്ന് നോക്കരുത്. അപ്പോൾ ഇവിടെ MA ഹിസ്റ്ററി ചെയ്തിട്ടുണ്ട്, അതിന് ഫസ്റ്റ് ക്ലാസ് ആണ്. എവിടെയാണ്? കേരള യൂണിവേഴ്സിറ്റിയിലാണ്. പിന്നെ MPhil ഉണ്ട്, അത് ഹിസ്റ്ററിയാണ്, A ഗ്രേഡ് ആണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. പിന്നെ PhD ഉണ്ട് ഹിസ്റ്ററിയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഈ യോഗ്യതകളാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ MA ഉണ്ട്, MPhil ഉണ്ട്, PhD ഉണ്ട്. अध्यापन अनुभव 2 वर्ष स्वसहायता प्राप्त कॉलेज में अब मेरी आयु 29 वर्ष है. അപ്പോൾ അവിടെ പറയുന്നുണ്ട് എന്താണ്? അനുഭവം ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. 2 വർഷം ഒരു പ്രൈവറ്റ് കോളേജിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് വയസ്സ് എത്രയാണ്? 29 നല്ല പ്രായമാണ്, ജോലി ചെയ്യാൻ പറ്റിയ പ്രായമാണ്. 19 വയസ്സിലുള്ള ആൾക്കാർ, 40 വയസ്സിലുള്ള ആൾക്കാർ ഇത് അയക്കുമ്പം, ആപ്ലിക്കേഷൻ ലെറ്റർ അയക്കുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടുള്ളത് ഈ ഒരു ഏജിലുള്ളത് അല്ലേ, 20-30 ആ ഒരു പ്രായത്തിൻ്റെ ഇടയിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അവിടെ ഏജും പറയുന്നുണ്ട്. ഉപരുക്ത് പദ് പർ ആപ് മേരി നിയുക്തി കരേ തോ മേ ആപ്കി ആഭാരി രഹൂങ്കി. അപ്പോൾ ഈ ഒരു ഒഴിവിൽ എന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്ന് നിങ്ങളോട് കടപ്പെട്ടവളായിരിക്കും. പ്രമാൺ പത്രോം കി പ്രതിലിപിയാം ഇസ്കെ സാത്ത് സൻലഗ്ന ഹെ. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളെല്ലാം തന്നെ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആപ്കി ഹസ്താക്ഷർ രാധിക വർമ്മ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏതാണോ ജോബ് അതിനനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെയും അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് ലെറ്ററിൻ്റെയും മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം.